എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള KSRTC സ്വിഫ്റ്റ് ബസ്സിലേക്ക് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. KSRTC സ്വിഫ്റ്റ് ബസ്സിലേക്കാണ് വേക്കൻസി ഉള്ളത്. KSRTC സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നതിനായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. KSRTC സ്വിഫ്റ്റ് നിഷ്കർഷിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യുന്നതിന് കരാറിൽ ഏർപ്പെടുന്നവരെ മാത്രമായിരിക്കും നിയമിക്കുന്നത്. കരാറിനോടൊപ്പം 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നൽകേണ്ടതാണ്. ഈ തുക ടിയാൻ താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം കാലം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നിലനിർത്തുന്നതാണ്. ടിയാൻ സ്വയം പിരിഞ്ഞു പോവുകയോ 56 വയസ്സ് പൂർത്തീകരിച്ച് താൽക്കാലിക സേവനത്തിൽ നിന്നും വിടുതൽ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ തുകയിൽ ടിയാനിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുക കഴിച്ച് ബാക്കിയുള്ള തുക തിരികെ തരുന്നതായിരിക്കും. അപ്പോൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റാണ് നിങ്ങൾ റിട്ടയറായി പോകുമ്പോഴത്തേക്കും തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇനി എന്താണ് യോഗ്യത വേണ്ടതെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കുകയും വേണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി പാസഞ്ചർ വെഹിക്കിളിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. സെലക്ട് ആയി കഴിഞ്ഞാൽ നിശ്ചിത ടൈമിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസും എടുത്തിരിക്കണം. ഇതാണ് യോഗ്യത വേണ്ടത്. പ്രായപരിധി 25 മുതൽ 55 വയസ്സ് വരെയാണ്. ഇനി വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവും ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും. ഇതാണ് യോഗ്യത വരുന്നത്. ഇനി മറ്റു വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്രരോഗ വിദഗ്ധനിൽ നിന്നും ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിവുണ്ടായിരിക്കണം. സെലക്ട് ആവുന്ന അപേക്ഷകർ KSRTC സ്വിഫ്റ്റുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിനോടൊപ്പം പലിശയില്ലാത്ത റീഫണ്ട് ചെയ്യുന്ന കരുതൽ നിക്ഷേപമായിട്ടുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പേരിലെടുത്തിട്ടുള്ള 30,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD കൂടി സമർപ്പിക്കേണ്ടതാണ്. വിജയകരമായി ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർ നിർബന്ധമായിട്ടും 2 വർഷം സേവനം അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ടുള്ള 30,000 രൂപ തിരികെ കിട്ടുന്നതല്ല. അപ്പോൾ 2 വർഷമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ 30,000 രൂപ തിരിച്ചു കിട്ടത്തുള്ളൂ. സെലക്ട് ആവുന്ന ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC 10 ദിവസത്തിനകം ഹാജരാക്കിയിരിക്കണം. സെലക്ട് ആയിട്ട് 10 ദിവസത്തിനകം ഹാജരാക്കേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ പരിശോധന നടത്തി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് അപേക്ഷിക്കുന്നവർ ആവശ്യമെങ്കിൽ മാത്രം നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതാണ്. പിന്നീട് സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൽ പാസ്സാവുന്നവർക്കനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ KSRTCയിൽ ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഓർ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ KSRTC സ്വിഫ്റ്റിൽ സേവനം അനുഷ്ഠിക്കേണ്ടതും അതിനായി KSRTC സ്വിഫ്റ്റുമായി പ്രത്യേക കരാറിൽ ഏർപ്പെടേണ്ടതുമാണ്. KSRTCയിൽ 5 വർഷമോ അതിലധികമോ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇത് ടെമ്പററി ജോലിയാണ്, സ്ഥിരജോലിയല്ല.
വേതനം എങ്ങനെയാണെന്ന് നോക്കാം. സർക്കാർ ഉത്തരവ് പ്രകാരം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ് വേതനം. അധിക മണിക്കൂറിന് 130 രൂപ അധിക സമയ അലവൻസ് ആയിട്ട് നൽകുന്നതായിരിക്കും. ഇതാണ് സേവന വേതന വ്യവസ്ഥകൾ വരുന്നത്. ഈ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നത് 5 മണിക്കൂറിൽ കൂടുതലാവുകയെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഡ്യൂട്ടിയായിട്ടായിരിക്കും പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിദിനം ഒരു ഡ്യൂട്ടിയും ആഴ്ചയിൽ ഒരു വീക്ക്ലി ഓഫും മാത്രമേ അനുവദിക്കുകയുള്ളൂ. PF തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് കണ്ടീഷൻസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് സർവീസ് നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക. cmd.kerala.gov.in ആണ്. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതായത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. പേര്, തസ്തിക കൊടുക്കുക, ലൈസൻസ് നമ്പർ കൊടുക്കണം, ലൈസൻസിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം, ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം. മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.